ഇഷ്ടം പോലെ രാത്രിയാകുമ്പോ നൈറ്റിൽ കണ്ണ് കാണാം. ആണല്ലേ? എന്റെ ഏട്ടാ, എന്റെ വലിയ ആഗ്രഹം കാട്ടാനെ കാണണം. ഇതിനായിട്ട് എല്ലായിടത്തും പോയിട്ട് ആനയെ കാണാൻ പറ്റില്ല, പിണ്ടം മാത്രമേ കാണാൻ പറ്റുള്ളൂ. ആന വരും ഇവിടെ. ഇനി മുതലേ കാണിച്ചു തന്നില്ല എന്ന് വേണ്ട, ഇതാണ് മുതല. ധൈര്യം വേണം. അതൊക്കെ ധൈര്യം വേണം. ആന റോട്ടിലുണ്ടാവും, കാട്ടി ഉണ്ടാവും, നരി ഉണ്ടാവും, പുലി ഉണ്ടാവും. പക്ഷെ ശ്രദ്ധിക്കണം, നമ്മൾ ധൈര്യം പോലെ നമുക്കത് കളിക്കാനുള്ള ഒരു ധൈര്യം കിട്ടണം, അല്ലാണ്ട് പോയിട്ട് കാര്യമില്ല. ആണല്ലേ? ബാ ചാട്. ഇന്ന് രാത്രി അല്ലെങ്കിൽ രാത്രി പോയിക്കാം, ഇഷ്ടം പക്ഷെ ധൈര്യം വേണം. ജീവൻ അപകടത്തിലാണ്, ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? പിന്നെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഹലോ മച്ചന്മാരെ, അപ്പം നമ്മൾ ഇന്നുള്ളത് കൂടൽക്കടവിലാണ്. അതായത് ഇതൊരു ചെറിയ ഡാമാണ്, ചെക്ക് ഡാം അല്ലേ? ഇത് അഞ്ജുവിൻ്റെ നാടാണ്. അഞ്ജുവിൻ്റെ പെങ്ങളുടെ നിശ്ചയത്തിന് അല്ല കല്യാണത്തിന് വേണ്ടി വന്നതാണ്. സോ നൈസ് വൈബാണ്. ഇവിടെ എന്തൊക്കെയുണ്ട്, മുതലൊക്കെ ഉണ്ടെന്നാണ് ഇതുങ്ങളൊക്കെ പറയുന്നത്. എന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇത് പക്ഷേ ലൈവായിട്ട് ഇവിടെ മീൻ പിടിക്കുന്ന കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഇവിടെ മുതലുണ്ടെന്ന് കൺഫേം ആണോ ചേച്ചി? ആണോ ഏട്ടാ? മുതലുണ്ടോ? ഇവിടുത്തെ ആളുകൾ പറയുന്നത് ഇവിടെ മുതലുണ്ടെന്നാണ്. ഈ ഇത്തലൊക്കെ വന്ന് ഈ കല്ലിലൊക്കെ വന്ന് മുതല കിടക്കും എന്നാണ് പറയുന്നത്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മുതലെ കാണാം. നമ്മുടെ പിള്ളേരൊക്കെ കണ്ടോ? കണ്ണാപ്പിയും പിള്ളേരും എല്ലാവരും ഉണ്ട് കേട്ടോ. ബ്രോ, ഇവിടെ ശരിക്കും മുതലുണ്ടോ? കൺഫേം ആണോ? ആൾക്കാർ പറ്റിക്കാൻ പറയുന്നതാണോ? ഉറപ്പായിട്ടും ഉണ്ട്. ചേട്ടൻ്റെ അറിവിലോ മുതലുണ്ട്? നമുക്ക് കാണാൻ ഒരു വഴിയില്ല. വെള്ളം തുറന്നു വിട്ടോണ്ടോ? കുറവാണല്ലേ? ആന വരാറുണ്ടോ? അത് ഏത് ടൈമാണ്? അങ്ങനെ ഇങ്ങോട്ട് വരും, ഇപ്പുറത്തോട്ട് വരും. ഇപ്പൊ അങ്ങനെ വരാറില്ല ആണല്ലേ? ഓക്കെ. നമ്മൾ ആ നടുക്കൂടിയുള്ള പാലത്തേക്കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ഏരിയയിലൊക്കെ വെള്ളം തുറന്നിട്ടേക്കാം. അതുകൊണ്ടാണ് മുതല കാണാത്തതെന്നാണ് പറയുന്നത്. സാധാരണ ഇവിടെ മുതല വരും എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഈ കല്ലേലും ഒക്കെ വരും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ആനയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ ഒരു സൈഡിൽ കൂടിയാണ് ആന പാസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പേരെന്താ ബ്രോയുടെ? സുഭാഷ്. ബ്രോ ആണോ ഇത് വീശുന്നതാണോ? ബ്രോ ആണോ വീശുന്നേ? ഫ്രണ്ട്സാ? ഓക്കെ. മീൻ കിട്ടിയോ? എന്ത് മീനുണ്ട് ബ്രോ ഇവിടെ? ഇത് തൂളിയല്ലേ? തൂളി കേട്ടോ. ഇതൊക്കെ ഈസി കണ്ണാ. എടി ഈ കാലം ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വന്നാൽ മതി. വരൂ, ഈസി. വാ ചാട്, ഈസിയാണ്. ഇനി വാ, ഇങ്ങോട്ട് വാടി, ഇനി വാ. അതിന് ഞാനില്ലേ? വാ ചാട്, കൈ കൊണ്ടുവാ, കൈ ചാട്, വാ ചാടടേ, വാ ചാട്. വാ. ഇതിനാണ് ഈ പിള്ളേരൊക്കെ ഈ 2K പിള്ളേർക്കൊക്കെ പേടി. ഇത് 2K ഒന്നുമല്ല കേട്ടോ, ഇത് ഏതാണ്ട് വലിയ ഇതാ. ഇത് ചേട്ടൻ വീശാൻ പോവാ. ഓക്കെ. ചാടാൻ പോവാണോ ചേട്ടൻ? വീശാൻ പോവാണല്ലേ? ഓക്കെ. മീൻ കിട്ടാൻ ചാൻസ് ഉണ്ടോ ചേട്ടാ? ഇല്ലല്ലേ? ഇവിടെ മീനില്ലേ? പിന്നെ എന്തിനാണ് ചേട്ടൻ വലിച്ചെറിഞ്ഞത്? ചേട്ടൻ ഇത്ര ഉറപ്പ് കേട്ടോ. ഇത്ര ഒരു മീനെങ്കിലും കണ്ടായിരുന്നെങ്കിൽ. ആണല്ലേ?
ഒന്നുമില്ല. ഞങ്ങളുടെ ചെറുക്കൻ ചാടാൻ പോവാ. ചാട്, ബാ. ഇല്ല, ബാ ബാ, ചാടറാ. അറപ്പിക്കത്തില്ല, ചാടിനി. ബാ ബാ ബാ, ഇത്രയും ഗ്യാപ്പ് ഉണ്ടോ? ബാ ബാ. ആ ചാട്, അറപ്പിക്കുന്നു. ഇനി മുതലെ കാണിച്ചു തന്നില്ല എന്ന് വേണ്ട. ഇതാണ് മുതല. കണ്ണ് മാത്രം കാണുന്നുണ്ടോ? എന്താ ഇത് താഴോട്ടുണ്ട്. ഇതാണ് മുതല. അപ്പൊ ആൾക്കാര് സൂക്ഷിച്ചും കണ്ടൊക്കെ ഇവിടെ വരിക കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ. ഇതേ നമ്മുടെ ഇവിടെ നിങ്ങളെല്ലാരും ഇവിടെ ഉള്ളവരാ? എല്ലാരും വേനുള്ള ഇനി വിഷമം ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ, സന്തോഷം കേട്ടോ. ആ ബ്രോ, ശരി. അല്ല, കല്യാണത്തിന് വേണ്ടി വന്നാ. ആ, എന്നാ ഇന്ന് നാളെ പോകും. ഞാൻ ആലപ്പുഴ. ആ ആണല്ലേ? ഇത് പ്രത്യേകം കാണും. ഇത് നിങ്ങളെ കൂടെ വരുന്നതാ. ബാംഗ്ലൂർ മടിവാള വെച്ചുണ്ടായിരുന്നു. അതെയോ? മറ്റേ കൊട്ടിന്റെ പരിപാടി. എന്തിന്റെ പരിപാടി? കൊട്ട്. ആ അടാ, ഞാൻ ആദ്യമായിട്ട് പോകുന്ന സമയത്ത് നിങ്ങളായിരുന്നല്ലേ ആ ടീം? ആ ഓക്കെ 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 ഓക്കെ. ഗണപതി ഇത്. ആ മനസ്സിലായി. അപ്പൊ ഓക്കെ ബ്രോ, ചാടിച്ചാടി ഒന്ന് പോട്ടാ ബ്രോ. വരെ ആന വരും ഇവിടെ. ആ സൈഡില് അതിനപ്പുറമോ? ഓ, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല നമുക്ക്. ഓക്കെ, കാണാൻ പറ്റും. ഓക്കെ ഓക്കെ, പോവാം, നമുക്ക് പോവാം. നമുക്ക് എന്തായാലും ആനയെ കണ്ടിട്ട് പോവാം. എന്തോ നടന്നു വരാം അല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ, ശരി ബ്രോ. ഓക്കെ. ചേട്ടൻ ഇവിടെ ആനയെ കണ്ടുണ്ടോ? പിന്നെ ഒരുപാടുണ്ട്. ഇഷ്ടം പോലെ രാത്രിയാകുമ്പോ നൈറ്റിൽ കണ്ണ് കാണാം. ആണല്ലേ? എൻ്റെ ഏട്ടാ, എൻ്റെ വലിയ ആഗ്രഹം കാട്ടാനെ കാണണം. ഇതിനായിട്ട് എല്ലായിടത്തും പോയിട്ട് ആനയെ കാണാൻ പറ്റില്ല, പിണ്ടം മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഞാൻ ആലപ്പുഴ. മൊത്തം പോണം. തിരുനെല്ലി ഭാഗത്തെ കാട്ടിക്കുളം ഭാഗത്തെ ഇഷ്ടം പോലെ ആനെ കാണാം. നമുക്ക് നൈറ്റ് ജസ്റ്റ് വണ്ടിയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കാണാം. എവിടെ കാണാം? തിരുനെല്ലി റോഡ്, തെറ്റ് റോഡ്. തെറ്റ് റോഡ്. ഇവിടുന്ന് മാനന്തവാടിന്ന് കാട്ടിക്കുളം പോയിട്ട് തിരുനെല്ലി റോഡ്. ആണല്ലേ? രാത്രി പോകാൻ പറ്റും? ആ, പോയാൽ ധൈര്യം വേണം. അതൊക്കെ ധൈര്യം വേണം. ആന റോട്ടിലുണ്ടാവും, കാട്ടി ഉണ്ടാവും, നരി ഉണ്ടാവും, പുലി ഉണ്ടാവും. പക്ഷെ ശ്രദ്ധിക്കണം, നമ്മൾ ധൈര്യം പോലെ നമുക്കത് കളിക്കാനുള്ള ഒരു ധൈര്യം കിട്ടണം. അല്ലാണ്ട് പോയിട്ട് കാര്യമില്ല. ആണല്ലേ? ബോസ് പക്ഷെ ഒന്നും ചെയ്യില്ല. നമ്മള് വണ്ടി ഒച്ചപ്പാണ്ടാക്കുകയാണെങ്കിൽ വണ്ടി കുത്തും. കാട്ടി ഇഷ്ടം പോലെ ഉണ്ട്. കാട്ടി ആനൊക്കെ റോഡ് ഒരുപാട്. ഇല്ല, കാട്ടുപോത്ത് ഇഷ്ടം പോലെ കുട്ടനെ കൊണ്ട്. അല്ല, അതിനെയൊക്കെ കണ്ടിട്ടുണ്ട്. കാട്ടുപോത്ത് എനിക്ക് ആനയെ കണ്ടാൽ മതി. ആന കാണും. നിങ്ങൾ രാത്രി പോകണം. പിന്നെ തിരുനെല്ലി പകലും കാണും. തിരുനെല്ലിക്ക് പോവാണെങ്കിൽ രാത്രി. എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്? തിരുനെല്ലി ടെമ്പിൾ രാവിലെ പുലർച്ചയ്ക്ക് രാവിലെ പോവാണെങ്കിൽ എന്തായാലും ആനയെ കാണും. ഉറപ്പായും കാണും. അപ്പൊ നമ്മള് പോയിരിക്കും ഇന്ന് രാത്രി. അല്ലെങ്കിൽ രാത്രി പോയിക്കാം, ഇഷ്ടം. പക്ഷെ ധൈര്യം വേണം. ജീവൻ അപകടത്തിലാണ്. ജീവൻ അപകടത്തിലാണ്, ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? പിന്നെ വണ്ടി ഒന്ന് കുത്തും. നിങ്ങൾ ആനയെ കാണുമ്പോ വണ്ടി വെച്ചിട്ടാ ആന വണ്ടി കുത്തും. ഓ, ഒച്ച വെച്ചാൽ വണ്ടി സൈലന്റ് ആയിട്ട് അതിനകത്ത് ഇരിക്കുവാണെങ്കിൽ ഒന്നും ചെയ്യൂല. ആന എടുക്കില്ല. അത്രേ ഉള്ളൂ. അപ്പൊ ഓക്കെ ബൈ. പിന്നെന്താ, അപ്പൊ എടുക്കാലോ. കണ്ണാപ്പി അല്ല, ആ കോളനി കണ്ണാപ്പി അല്ലേ, ഇതിന്റെ പേര് കണ്ണാപ്പി എന്നാ. അത് പേരാ. അപ്പൊ വെച്ചാൽ നമ്മള് ചേട്ടൻ പറഞ്ഞ പ്രകാരം കാട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ആനയെ കാണാൻ പുള്ളി പറഞ്ഞത് നരി, പുലി, ആന, കാട്ടുപോത്ത് എല്ലാം ഉണ്ടെന്നാണ്. സോ പുള്ളിയുടെ വാക്ക് അത്ര വിശ്വസനീയമായതുകൊണ്ട് പോകുന്നു. ആനയെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ജീവിതത്തിൽ ഞാൻ കാട്ടാനയെ കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിൽ വളർന്ന ആനയെ കണ്ടിട്ടുള്ളൂ. അപ്പം കാണാൻ വേണ്ടി ഞങ്ങൾ ഗ്യാങ് ഫുള്ള് പോകുന്നുണ്ട്. കണ്ടറിയണം എന്ത് പറ്റുമെന്ന്. ഒന്നും പറ്റില്ല, എല്ലാവരും നോക്കിക്കോളൂ. അപ്പൊ നമ്മള് കാട് കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി ചേട്ടൻ പറഞ്ഞൊക്കെ സത്യമാണോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ എന്തെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ നമ്മൾ എന്തായാലും അത് വീഡിയോക്കകത്ത് കാണിക്കും കേട്ടോ. അതെ, പുറകിന് പോയി നമ്മുടെ ജിനു ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. ഒരു മിനിറ്റ് ചേട്ടാ, എന്തെങ്കിലും ഉണ്ടോ അവിടെ?
ഇവിടെ ആരും ഇല്ല കേട്ടാ. ഇല്ല ഞങ്ങളും കാണാൻ വേണ്ടി ഇറങ്ങിയതാ. അവിടെ ഒന്നുമില്ല. ആണല്ലേ? ഓക്കെ നോക്കാം. തോൽപ്പെട്ടി നമ്മള് ആനയും കണ്ടില്ല, പോത്തിനെയും കണ്ടില്ല, നരിയേയും കണ്ടില്ല, ഒരു കുന്തതിനെയും കണ്ടില്ല. ചേട്ടന്റെ തള്ളേട്ട് ഇതുവഴി പോയ മസ്റ്റായിട്ടും കാണുമെന്ന് ചേട്ടൻ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ വന്നത്. ചേട്ടനെ നിരാശപ്പെടുത്തി. ആകെ കണ്ട ഒരു പട്ടിയ, അത് അതിന്റെ ഉടമസ്ഥന്റെ കൂടെ. ഇനി നമ്മൾ നേരെ കാളന്തി, ഈ അമ്പലത്തിന്റെ പേരെന്തായിരുന്നു? തിരുനെല്ലി അമ്പലത്തിന്റെ അവിടെ വന്നിട്ടുണ്ട്. അവിടെ കൊണ്ട് ഇത് ക്ലോസ് ആണെന്നാണ് പറഞ്ഞത്. പിന്നെ കാളന്തി ആറല്ലേ, കാളന്തി ആറിന്റെ അവിടേക്ക് ഒന്ന് പോവുക, ജസ്റ്റ് ഒന്ന് കാണുക, തിരിച്ചു വരിക, ഇത്രേ ഉള്ളൂ. ഇനി പോകുന്ന വഴിക്ക് ആനയെ വീണ്ടും ഇറങ്ങുവാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ എന്റെ ഈ ട്രിപ്പിൽ ആനയെ കാണാൻ പറ്റുന്ന ഭാഗ്യം എനിക്കില്ല. നമുക്കേ വന്നിട്ട് മാനിനെ കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ആ നിൽക്കുന്നത് മാനാണ്. ഒരു പോസ് തരുമോ മാനേട്ടാ? ഒന്ന് അനങ്ങൂ. മാനല്ലേ അത്? ആ കണ്ടോ, അത് മാനാണ്. അത് മാനാണ് കേട്ടോ. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ആനയെ കണ്ടു. ദോണ്ടി നിൽക്കുന്നു ആന. ഒറ്റക്കൊമ്പനാണ് കേട്ടോ അവൻ. എന്തിനാ അവിടെ നടക്കുന്നത്? അതുകൊണ്ട് സാധനം ഇപ്പൊ നമ്മൾ ചെല്ലുന്നത് കേട്ടോ. ആന അവിടെ നിപ്പുണ്ട്, നോക്കിക്കോണേ, ശ്രദ്ധിച്ചോണേ. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് നിൽക്കുന്ന അളിയൻ. അവിടെ കാണാൻ പറ്റുന്നുണ്ടോ? നീ കാണുന്നുണ്ടോന്നല്ല, മൊബൈൽ കാണാൻ പറ്റുന്നുണ്ടോ? സാധനം നിൽക്കുന്നു. അളിയൻ പയ്യെ നിൽക്കുക. ഇപ്പോഴും കണ്ട യെസ് കണ്ടോ? ഓടിയല്ലേ? കാണുന്നുണ്ടോടാ? അടിപൊളി മാൻകൂട്ട് കേട്ടോ. ഓ കൊണ്ട ഒരു എന്നാ കൊമ്പാടാ അത്, അടിപൊളി കൊമ്പ്. ഓക്കെ, മാൻകൂട്ടം കണ്ടല്ലോ. അപ്പൊ നമ്മളിനി അപ്പുറത്ത് അടുത്ത ആന ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കപ്പോൾ അടുത്ത ആനയെ കാണാൻ വേണ്ടി പോവാം. വണ്ണേ വെക്ക്. എന്നിട്ട് സൂം ചെയ്താൽ മതി. എടാ നീ ഈ സൈഡിൽ നോക്കണേടാ, ഫ്രണ്ട് ചെയ്യാൻ നോക്കിക്കോളാം. ആനക്കൂട്ടം, കുട്ടിയാനയുണ്ട്, ഫാമിലിയാണ്, ആനക്കൂട്ടം, അടിപൊളി. എന്താ കുട്ടിയാനയുണ്ട് കേട്ടോ, ആണല്ലേ? നോക്ക്, കുട്ടിയാന വരുന്നുണ്ട് കേട്ടോ. കുട്ടിയാന ആണോ?